ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ രാവിലെ വേഗം നേരത്തെ എണീറ്റ് കുളിച്ച് വേഗം ദോശയും ഒരു തട്ടിപ്പ് സാമ്പാറൊക്കെ ഉണ്ടാക്കി. തട്ടിപ്പ് സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണതാട്ടോ, നാളികേരമൊന്നും ചേർക്കാതെ. അപ്പോൾ വേഗം ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്, ഞാനും യാനിക്കുട്ടിയും മോനേട്ടനും. ഞങ്ങളെ അടുത്തുള്ള എറയൂർക്കാവ് പറയും. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. വന്നിട്ടുണ്ട് വേഗം വിശക്കുമല്ലോ, അപ്പോൾ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ പോയത്. പോകുമ്പോൾ അധികം മഴയൊന്നുമില്ല, അതിന് മുന്നേ മഴ പെയ്തിട്ട് തോർന്നതാണ്. അങ്ങനെ ഞാനും മോനേട്ടനും യാനിക്കുട്ടി അങ്ങനെ അമ്പലത്തിലെത്തി. അപ്പോൾ കർക്കിടക മാസമായ കാരണം അമ്പലത്തിൽ രാമായണ വായനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു പോകുന്നത് യാനിക്കുട്ടി ഒരു ലേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഞാനും ബീനയും സിന്ധും ഗോപികയും യാനിക്കുട്ടിയും വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂട്ടി ഞങ്ങളുടെ അവിടുന്ന് വേറൊരു അമ്പലമുണ്ട്, അവിടെ ദേവീ ഭാഗവതം നവാഹം നടക്കുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകാൻ നല്ല രസമായിട്ട്, തോടും പാടവും ചെറിയ തോടൊക്കെ ആയിട്ട്. പിന്നെ പാടത്തിൻ്റെ നടുവിൽ നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നല്ല രസമാണ്. മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ നിറഞ്ഞിട്ട് നിൽക്കുകയാണ് എല്ലാ ഭാഗവും. അപ്പം തന്നെ കാണാൻ നല്ല രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് പോയത്. ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട ദൂരമൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ അതൊക്കെ കാഴ്ച കണ്ട് നടക്കാൻ പറഞ്ഞിട്ട്. പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കുളമുണ്ട്, അതിലെ വെള്ളം എപ്പോഴും ഇതാ ഈ കളറായിരിക്കും, നീല കളറ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂട്ടി തിരിച്ച് പോന്നു. അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചത്. അങ്ങനെ യാനിക്കുട്ടി ഞങ്ങളെല്ലാവരും പോന്നു.